ലോകകപ്പിൽ അജേയരായി മുന്നേറുന്ന ഫ്രാൻസിന് ഇന്ന് നിർണായക പോരാട്ടം. ക്വാർട്ടറിൽ മൊറോക്കോയെ നേരിടാനിറങ്ങുന്ന ഫ്രഞ്ച് പട തുടർച്ചയായ 3-ാം ലോകകപ്പ് ഫൈനൽ ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. ലോകകപ്പിൽ കിരീടം നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീം ഏതെന്ന് ചോദിച്ചാൽ പലരുടെയും ആദ്യ ഉത്തരം ഫ്രാൻസ് ആയിരിക്കും. 5 മത്സരങ്ങളിൽ 5 ജയങ്ങൾ, 14 ഗോളുകൾ, വഴങ്ങിയത് വെറും 2 ഗോളുകൾ. ഓരോ മത്സരവും കഴിയുന്തോറും ലേ ബ്ലൂസ് കൂടുതൽ അപകടകാരികളായി മാറുകയാണ്. (2018) ലോക ചാമ്പ്യന്മാരും 2022 റണ്ണേഴ്സപ്പുമായ ഫ്രാൻസ് ഇത്തവണ നഷ്ടപ്പെട്ട സിംഹാസനം തിരിച്ചുപിടിക്കാനാണ് ഇറങ്ങിയത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ സെനഗലിനെയും ഇറാഖിനെയും നോർവേയെയും തകർത്ത ഫ്രാൻസ് നോക്കൌട്ടിൽ സ്വീഡനെയും പരാഗ്വേയെയും വീഴ്ത്തിയാണ് ദിദിയർ ദശാംസിന്റെ സംഘം ക്വാർട്ടറിലെത്തിയത്. കഴിഞ്ഞ 7 ലോകകപ്പുകളിൽ 4 ഫൈനൽ കളിച്ച ഏക രാജ്യമെന്ന റെക്കോർഡും ഫ്രാൻസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ലോകകപ്പിൽ ഇതിനോടകം 7 ഗോളും 2 അസിസ്റ്റും നേടിയ എംബാപ്പെ ഗോൾ വേട്ടയിൽ മുന്നിൽ. ഡെംബലെ 2 ഗോളും ബാർക്കോള 1 ഗോളുമായി മികച്ച പിന്തുണ നൽകുന്നു. ഉറച്ച കോട്ട് പോലെ നിൽക്കുന്ന മൈക്കിൾ മൈഗ്നാൻ കൂടി ചേരുമ്പോൾ ഫ്രാൻസിന് തലവേദനകൾ ഏതുമില്ല. ഇനി ഫ്രാൻസിന് മുന്നിലുള്ള കടമ്പ മൊറോക്കോ. ലോകകപ്പിൽ വലിയ ടീമുകളെ വിറപ്പിച്ച മൊറോക്കോയെ മറികടക്കാനായാൽ ഫ്രാൻസ് തുടർച്ചയായ 3-ാം ലോകകപ്പ് ഫൈനൽ എന്ന ചരിത്ര നേട്ടത്തിലേക്ക് ഒരു പടി കൂടി അടുക്കും. പരിശീലകൻ എന്ന നിലയിൽ അവസാന ലോകകപ്പിനെത്തിയ ദിദിയർ ദശാംസിന് കിരീടത്തോടെ വിട പറയാനാകുമോ? കാത്തിരുന്ന് കാണാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് മലയാളം.